എല്ലാവർക്കും നമസ്കാരം. എയ്സാപ്പിൻ്റെ പുതിയ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 3 ഘട്ട പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഉപകാരപ്രദമാവുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇവിടെ വന്നിരിക്കുന്നത് 4 വാചകങ്ങളെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇമ്പരറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസാണ്. ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന വാചകം ഇമ്പരറ്റീവ് സെൻറ്റൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇമ്പരറ്റീവ് സെൻറ്റൻസിനെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റി എഴുതുമ്പോൾ റിപ്പോർട്ടിംഗ് വേർബ്സായി നമ്മൾ ഉപയോഗിക്കാറുള്ളത് കമാൻഡഡ് എന്ന് ഉപയോഗിക്കാം. കമാൻഡഡ്, പിന്നെ അഡ്വൈസ്ഡ്, ടോൾഡ്. 2026 ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ ഓപ്ഷനിൽ ടോൾഡ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പറയുന്ന റിപ്പോർട്ടിംഗ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ തന്നിരിക്കുന്നത് ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പരറ്റീവ് സെൻറ്റൻസ് നമ്മൾ മാറ്റുന്ന സമയത്ത് ഇഫ് ദ സെൻറ്റൻസ് ഈസ് പോസിറ്റീവ്, ആ വാചകം പോസിറ്റീവിലാണെങ്കിൽ ടു ഈസ് റിക്വയർഡ് ബിഫോർ ദ സെൻറ്റൻസ് ഇൻസൈഡ് ദ കൊട്ടേഷൻ മാർക്സ്. കൊട്ടേഷൻ മാർക്സിനകത്ത് വരുന്ന വാചകത്തിൻ്റെ മുമ്പിലായിട്ട് നമുക്ക് എന്ത് ചേർക്കാം? ടു എന്ന് ചേർക്കാം. അപ്പോൾ ആൻസർ പ്രകാരം ദ ടീച്ചർ സെറ്റ് ടു മീ വർക്ക് ഹാർഡ് എന്നാണ്. കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി അധ്യാപകൻ എന്നെ ഉപദേശിച്ചു എന്നാണ്. അധ്യാപകർ കുട്ടികൾ എന്ത് ചെയ്യലാണ്? ഉപദേശിക്കലാണ്. ദ ടീച്ചർ അഡ്വൈസ്ഡ് മീ ടു വർക്ക് ഹാർഡ് എന്നാണ്. ആൻസർ ബി എന്നതാണ്. ഇപ്പോൾ ഇമ്പരറ്റീവ് സെൻറ്റൻസിനെ നമ്മൾ മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കുക, റിപ്പോർട്ടിംഗ് വേർഡ്സിൻ്റെ ആ ഒരു മെത്തേഡാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, മാസ്കുലൈൻ ജെൻഡർ ഫെമിനൈൻ ജെൻഡർ നിർബന്ധമായും ചോദിക്കുന്നൊരു സാധനമാണ്. മാസ്കുലൈൻ ജെൻഡർ ഫെമിനൈൻ ജെൻഡറുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കും. നമ്മളോട് തന്നിരിക്കുന്നത് എന്താ? ഫെമിനൈൻ ജെൻഡർ ഓഫ് ഹീറോ എന്നാണ്. ഫെമിനൈൻ ജെൻഡർ ഓഫ് ഹീറോ. ഹീറോ എന്നതിൻ്റെ ഫെമിനൈൻ ജെൻഡർ എടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഹീറോ എന്നതിൻ്റെ ഫെമിനൈൻ ജെൻഡർ ഹീറോയിൻ എന്നാണ്. ഹീറോ എന്ന് പറഞ്ഞാൽ നായകനെന്നും ഹീറോയിൻ എന്ന് പറഞ്ഞാൽ നായിക എന്നുമാണ്. ആൻസർ എ എന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് അല്ലെങ്കിൽ പാസീവ് ഫോം. തന്നിരിക്കുന്ന വാചകം എന്താണ്? ഓപ്പൺ ദ വിൻഡോ എന്നാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നമ്മൾ നോക്കുക. വൺസ് അഗൈൻ ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, പോസിറ്റീവ് വാചകമാണ്. ആ പോസിറ്റീവ് വാചകത്തിനെ നമ്മൾ മാറ്റി എഴുതുന്ന സമയത്ത് ഒരു കമാൻഡ് പോസിറ്റീവ് രൂപത്തിലാണ് വരുന്നതെങ്കിൽ പാസീവ് വോയിസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 എന്നായിരിക്കും. 2025 സെപ്റ്റംബർ മാസം 27 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഈ ഭാഗത്താണ് ചോദ്യം വന്നത്. ഷട്ട് ദ ഡോർ എന്നാണ് ലെറ്റ് ദ ഡോർ ബി ഷട്ട്. അതേപോലെ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. ഓപ്പൺ ദ വിൻഡോ എന്നതിനെ മാറ്റി എഴുതുമ്പോൾ ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ് എന്നാണ്. ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ്. ആൻസർ എ എന്നതാണ്. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പരറ്റീവ് സെൻറ്റൻസിനെയാണ് നമ്മൾ ആക്റ്റീവ് എന്ന് പാസീവിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചോദിക്കാറുള്ളത്. ദെൻ ഫോർത്ത് വൺ, പ്രപ്പസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പ്രപ്പസിഷനുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ പ്രപ്പസിഷണൽ ഫ്രേസസ് എന്ന ഒരു സെക്ഷൻ നമുക്ക് വരാറുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഫ്രീക്വൻ്റ്ലി ഫൗണ്ട് ടുഗദർ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഹീ സക്സീഡഡ് ഡാഷ് ഹാർഡ് വർക്ക് എന്നാണ്. അവൻ കഠിനാധ്വാനത്തിലൂടെ വിജയിച്ചു എന്നാണ്. കഠിനാധ്വാനത്തിലൂടെ വിജയിച്ചു, കഠിനാധ്വാനത്തിലൂടെ. അപ്പോൾ ലൂടെ എന്ന ഒരു മീനിങ്, അതിന് ഈക്വലായ പ്രപ്പസിഷൻ എന്ന് പറയുന്നത് ത്രൂ എന്നതാണ്. ഹീ സക്സീഡഡ് ത്രൂ ഹാർഡ് വർക്ക് എന്നാണ്. അങ്ങനെയാണെങ്കിൽ മുൻവർഷം ചോദിച്ചൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്, ഹാർഡ് വർക്ക് ഈസ് ദ സീക്രട്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചാൽ ഹാർഡ് വർക്ക് ഈസ് ദ സീക്രട്ട് ഡാഷ് സക്സസ് എന്നാണ്. ഹാർഡ് വർക്ക് ഈസ് ദ സീക്രട്ട് പ്ലസ് ഓഫ് പ്ലസ് സക്സസ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ എന്താ വന്നിരിക്കുന്നത്? സീക്രട്ട് എന്നതിന് ശേഷം എന്തുപയോഗിക്കും എന്നാണ് ചോദ്യം. സീക്രട്ട് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ പ്രപ്പസിഷൻ ഓഫ് എന്നാണ്. എപ്പോഴും സീക്രട്ടിന് ശേഷം ഓഫാണ് വരിക. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. യെസ്, അടുത്തായിട്ട് നമ്മളോട് എന്താ ചോദിക്കുന്നത്? മീനിങ് ആണ് ചോദിക്കുന്നത്. ഏതുമായി ബന്ധപ്പെട്ട്? ഐഡിൽ എന്ന പദവുമായി ബന്ധപ്പെട്ടുള്ള മീനിങ് ആണ്. അപ്പോൾ ഐഡിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മടി പിടിച്ച എന്നാണ് അർത്ഥം. ആൻസർ ലേസി എന്നാണ്.
LAZY, ലേസി എന്നാണ്. മീനിങ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. വേർഡ് മീനിങ് സാധാരണയായി നമ്മളോട് ചോദിക്കാനുള്ളതാണ്. നെക്സ്റ്റ് പാർട്ട് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് കെൻകോഡ് എന്ന പാർട്ടിൽ നിന്നും ബന്ധപ്പെട്ടതാണ്. വൺ ഓഫ് എന്നതിന് ശേഷം നമ്മളെപ്പോഴും പല വീഡിയോസിലും നമ്മൾ പറഞ്ഞതാണ്, വൺ ഓഫ് എന്നതിന് ശേഷം നാമം എപ്പോഴും പ്ലൂറലായിരിക്കും. വൺ ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് വേർബ് സിംഗുലർ ആയിരിക്കും. വൺ ഓഫിന് ശേഷം വരുന്ന നാമം ബഹുവചനവും ക്രിയ സിംഗുലറും ആയിരിക്കും. അപ്പം 4 വാചകങ്ങൾ ഒരേപോലെ വന്നപ്പോൾ ശരിയായ ആൻസർ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എ ഡോക്ടർ എന്നാണ്. ആൻസർ സി എന്നതാണ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എ ഡോക്ടർ എന്നാണ്. വൺ ഓഫ് മൈ ഫ്രണ്ട് അല്ല, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. അപ്പോൾ വൺ ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വേർബ് എന്നാണ്. അടുത്തായിട്ട് നമ്മളോട് പ്രൊനൗണുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് എ സ്യൂട്ടബിൾ പ്രൊനൗൺ എന്നാണ്. ദിസ് ഈസ് ദ ബോയ് ഡാഷ് വൺ ദ പ്രൈസ് എന്നാണ്. ഒരു റിലേറ്റീവ് പ്രൊനൗൺ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഹൂ എന്നതും അതുപോലെ തന്നെ വിച്ച് എന്നതും അതുപോലെ തന്നെ വെൻ എന്നതും വേർ എന്നതും ഹൂസ് എന്നതും ഹൂം എന്നതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് വേണ്ടത് ഹൂ എന്നതാണ്. എന്തുകൊണ്ടാണ് ഹൂ ഉപയോഗിക്കുന്നത്? ഹൂ ഈസ് യൂസ്ഡ് ഫോർ പേഴ്സൺസ് ഓൺലി. ആളുകളെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഹൂ എന്നത്. ഇനി ഹൂ ആണോ ഹൂമാണോ ഹൂസാണോ ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഡാഷിന് ശേഷം വരുന്ന ക്രിയയാണ്. ആളുകളെ കുറിച്ച് പറയുന്ന വാചകത്തിൽ ഡാഷിന് ശേഷം ഒരു വേർബോ ഒരു ഓക്സിലറി വേർബോ വന്നാൽ, AV ഓക്സിലറി വേർബ്, ഒരു വേർബോ ഒരു ഓക്സിലറി വേർബോ വന്നാൽ തീർച്ചയായും ഹൂ എന്നതിനാണ് പ്രാധാന്യം. ദിസ് ഈസ് ദ ബോയ് ഹൂ വൺ ദ പ്രൈസ് എന്നാണ്. വൺ WON വിൻ വൺ. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് എ മാൻ ഓഫ് ലെറ്റേഴ്സ്. അത് വൺ വേർഡാണ്. എ മാൻ ഓഫ് ലെറ്റേഴ്സ് എന്നാണ്. എ മാൻ ഓഫ് ലെറ്റേഴ്സ് എന്നതിന് ഉചിതമായ വൺ വേർഡ് എന്ന് പറയുന്നത് എ ലിറ്റററി പേഴ്സൺ എന്നാണ്. ആൻസർ ബി ആണ്, ലിറ്റററി പേഴ്സൺ. ഫൈൻഡ് ദ എറർ എന്നതാണ്. ഇത് കോൺകോഡ് പാർട്ടിലുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചതാണ്. ബ്രെഡ് ആൻഡ് ബട്ടർ ആർ ഹിസ് ഓൺലി ഫുഡ് എന്നല്ല വേണ്ടത്. ബ്രെഡ് ആൻഡ് ബട്ടർ എന്നത് ഇവിടെ എന്തായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഒരു ഭക്ഷണ ഐറ്റം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് എന്തായിട്ട് പരിഗണിക്കണം? ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് സിംഗുലർ. എന്തായിട്ട് പരിഗണിക്കും? നമ്മൾ സിംഗുലറായി പരിഗണിക്കും. ബ്രെഡ് ആൻഡ് ബട്ടർ ആർ എന്നല്ല, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എന്നാണ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എന്നായിട്ട് നമ്മളതിനെ എന്ത് ചെയ്യണം? മാറ്റണം. ആർ അല്ല വേണ്ടത്, ഈസ് എന്നായിട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ തെറ്റായ ഭാഗം എന്ന് പറയുന്നത് ആർ എന്ന് കിടക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അത് ആൻസർ എന്തായിട്ട് മാറണം? ഈസ് എന്നായിട്ട് മാറണം. അപ്പോൾ തെറ്റായ ഭാഗം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ ആർ അല്ല, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ്. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. ഇത് കോറിലേറ്റീവ് കൺജങ്ഷനുമായി ബന്ധപ്പെട്ടതാണ്. കോറിലേറ്റീവ് കൺജങ്ഷൻ. കോറിലേറ്റീവ് കൺജങ്ഷൻ്റെ പ്രത്യേകം എന്താ? സ്കേഴ്സ്ലി എന്ന് വെച്ചിട്ടാണ് വാചകം ആരംഭിക്കുന്നത്. സ്കേഴ്സ്ലി പ്ലസ് ഹാഡ് അല്ലെങ്കിൽ ഡിഡ്, ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബ് വരും. നമ്മളൊരു വാചകം നെഗറ്റീവ് വേർഡ് വെച്ചിട്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ അതിനുശേഷം എന്ത് വരും? ഓക്സിലറി വെർബ് നിർബന്ധമാണ്. ഇപ്പോൾ സ്കേഴ്സ്ലി പ്ലസ് ഹാഡ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 അല്ലെങ്കിൽ V1. ഈ V3 എന്നത് ഏതിനാ ബാധകം? ഹാഡ് എന്നതിനാണ് ബാധകം. ഡിഡ് എന്നത് ഏതിനാ ബാധകം? V1 എന്നതിനാണ് ബാധകം. സ്കേഴ്സ്ലി പ്ലസ് ഹാഡ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് വെൻ പ്ലസ് എന്നാണ് വരേണ്ടത്. V1 പ്ലസ് വെൻ. ഇപ്പോൾ സ്കേഴ്സ്ലി എന്നതിന് ശേഷം എപ്പോഴും രണ്ടാമത്തെ വാചകത്തിന് മുമ്പിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? വെൻ ആണ് ഉപയോഗിക്കുക. അങ്ങനെയുള്ള കറക്റ്റ് ഓർഡർ പ്രകാരം ആൻസർ ബി എന്നതാണ്. സ്കേഴ്സ്ലി ഹാഡ് ഹി റീച്ച്ഡ് ദ സ്റ്റേഷൻ. സ്കേഴ്സ്ലി ഹാഡ് ഹി റീച്ച്ഡ് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ ലെഫ്റ്റ് എന്നാണ്. ആൻസർ ബി എന്നതാണ്. അപ്പോൾ സ്കേഴ്സ്ലി പ്ലസ് ഹാഡ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 അല്ലെങ്കിൽ V1 പ്ലസ് വെൻ. ചൂസ് ദ ആൻറ്റനിം ഓഫ് ജനറസ് എന്നാണ്. ഉദാരമനസ്കതയുള്ള, എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മാനസിക ശേഷിയുള്ള എന്നാണ്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള എന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ചോദിച്ചത്. ആൻറ്റനിം ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റനിം പ്രകാരം സെൽഫിഷ് എന്നാണ്, സ്വാർത്ഥതയുള്ള എന്നാണ്. മറ്റത് സ്വാർത്ഥതയില്ലാത്ത, നിസ്വാർത്ഥമായ, എല്ലാവരെയും സഹായിക്കണമെന്ന മാനസികാവസ്ഥയുള്ള എന്നാണ്.
ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഷീ മാരീഡ് ഡാഷ് എ ഡോക്ടർ എന്നാണ്. ഇവിടെ നമ്മൾ പ്രെപ്പോസിഷണൽ ഫ്രേസസ് ആണ്. മാരീഡ് എന്നതിന് ശേഷം ടു എന്ന പ്രെപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ എന്നാണ്. ആൻസർ ബി എന്നതാണ്. അടുത്തായിട്ട് ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് എന്നാണ്. എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക്, പക്ഷേ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്തുള്ള പ്രത്യേകത സിംഗിളായിട്ട് ചോദിക്കണമെന്നില്ല. ഒരേ ലൈനിൽ തന്നെ ഒന്നാമത്തെ വാക്ക് ശരി, രണ്ടാമത്തെ വാക്ക് തെറ്റ്, മൂന്നാമത്തെ വാക്ക് ശരി, അങ്ങനെയൊക്കെ വരാം. ആ ഒരു മോഡലിലാണ് ചോദിക്കുക. ഏറ്റവും കൂടുതൽ കേരള PSC ചോദിച്ചുള്ള ഒരു വേർഡാണ് ഇത്. സെപ്പറേറ്റ് എന്നാണ്. സെപ്പറേറ്റ് എന്നാണ്. SEPARATE എന്നാണ്. SEPARATE സെപ്പറേറ്റ് എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ്. സെപ്പറേറ്റ്. ആൻസർ എ എന്നതാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രി എന്നാണ്. സൂപ്പർലേറ്റീവ് എന്ന് കമ്പാരിറ്റീവിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. രവി ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിലെ ഏറ്റവും പൊക്കം കൂടിയ കുട്ടി രവി ആകുന്നു എന്നാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? കമ്പാരിറ്റീവിലേക്ക് മാറ്റണം. സൂപ്പർലേറ്റീവിൽ നിന്നും കമ്പാരിറ്റീവിലേക്ക് മാറ്റി എഴുതുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാചകത്തിൽ ദ ടോളസ്റ്റ് എന്നുണ്ട്. ദ ടോളസ്റ്റ് എന്നോ ദ ബിഗ്ഗസ്റ്റ് എന്നോ ദ ലാർജസ്റ്റ് എന്നോ വന്നാൽ, ദ ടോളസ്റ്റ് എന്നോ ദ ബിഗ്ഗസ്റ്റ് എന്നോ ദ ലാർജസ്റ്റ് എന്നോ വന്നാൽ കമ്പാരിറ്റീവിൽ നമ്മൾ ദാൻ ഉപയോഗിക്കും. ദാനിന് ശേഷം എനി അതർ എന്നോ ഓൾ അതർ എന്നോ ഉപയോഗിക്കണം. ദാനിന് ശേഷം എനി അതർ എന്നോ ഓൾ അതർ എന്നോ ഉപയോഗിക്കും. എനി അതർ വന്നാൽ സിംഗുലറും ഓൾ അതർ വന്നാൽ പ്ലൂറലുമാണ്. അപ്പോൾ രവി ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് എന്നതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ രവി ഈസ് ടോളർ ദാൻ എനി അതർ ബോയ് ഇൻ ദ ക്ലാസ്. രവി ഈസ് ടോളർ ദാൻ എനി അതർ ബോയ് ഇൻ ദ ക്ലാസ്. ആൻസർ എ എന്നതാണ്. ദെൻ നെക്സ്റ്റ് വിട്ടഭാഗം പൂരിപ്പിക്കുക എന്നാണ്. ഇത് ഈഫ് ക്ലോസിനെ ഇൻവേർഷനിലേക്ക് മാറ്റിയ പ്രയോഗമാണ്. ഈഫ് ക്ലോസിനെ ഇൻവേർഷൻ. ഒരു ഇൻവേർഷൻ എഴുതുന്ന സമയത്ത് ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3. സാധാരണ ഒരു വാചകത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ നേരെ റിവേഴ്സ് ആക്കി മാറ്റി. റിവേഴ്സ് പറഞ്ഞ ഇത് റിവേഴ്സിങ് ഓർഡർ ഓഫ് എ സെൻറ്റൻസ് എന്നാണ് ഇൻവേർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാഡ് ഐ നോൺ ദ ഫാക്റ്റ് ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം എന്നാണ്. വുഡ് ഹാവ് എന്നാണ് ഈഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യം. ഈ ചോദ്യങ്ങളെല്ലാം ഡിഗ്രി ലെവൽ പ്രിലിംസിന് നമുക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു.